ചിക്കൻ ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ അതിന് പകരമായി വെക്കേണ്ട ഇൻഗ്രീഡിയൻസ് മാർക്കറ്റിൽ ലഭ്യമല്ല. കാരണം ബീഫ് അടക്കമുള്ള ഫിഷ് അടക്കമുള്ള സാധനങ്ങൾ ഭീമമായ വിലയും സാധനങ്ങൾക്ക് നമുക്ക് കിട്ടാനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് വളരെ പ്രതിസന്ധിയിലാണ്. കാരണം രാവിലെ തന്നെ പല കടകളിലും ടേബിളുകൾ വിജനമായി കിടന്നുകൊണ്ട് സ്റ്റാഫുകൾ മാത്രമുള്ള ഒരു രീതിയിലേക്കാണ് കച്ചവട സ്ഥാപനങ്ങൾ ഇന്ന് മുന്നോട്ട് പോയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായി ഞങ്ങളിപ്പോൾ ഒരു 10-15 മിനിറ്റോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അനുകൂലമായ സമീപനം ഇപ്പോൾ ഫ്രോസൺ ചിക്കൻ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്ന 30-ാം തീയതിയിലെ ഈ നിരോധനവും കൂടെ പിൻവലിച്ചതിന് അതിൻ്റെ ഉത്തരവ് അറിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ആലോചിക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ മറുപടി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മുന്നോട്ട് പോകുന്നതിന് കഴിയുകയില്ല. കാരണം ഇന്ന് തന്നെ പല സ്ഥാപനങ്ങളിലും ഈ ചിക്കൻ ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ അതിന് പകരമായി വെക്കേണ്ട ഇൻഗ്രീഡിയൻസ് മാർക്കറ്റിൽ ലഭ്യമല്ല. കാരണം ബീഫ് അടക്കമുള്ള ഫിഷ് അടക്കമുള്ള സാധനങ്ങൾ ഭീമമായ വിലയും സാധനങ്ങൾക്ക് നമുക്ക് കിട്ടാനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് വളരെ പ്രതിസന്ധിയിലാണ്. കാരണം രാവിലെ തന്നെ പല കടകളിലും ടേബിളുകൾ വിജനമായി കിടന്നുകൊണ്ട് സ്റ്റാഫുകൾ മാത്രമുള്ള ഒരു രീതിയിലേക്കാണ് കച്ചവട സ്ഥാപനങ്ങൾ ഇന്ന് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിന്ന് അടിയന്തരമായി ഇപ്പോൾ 2 മണിക്ക് ജില്ലാ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. ആ ജില്ലാ കമ്മിറ്റി വിളിച്ച് ഞങ്ങളുടെ നാളത്തെ പരിപാടികളെക്കുറിച്ച് ഒരു വ്യക്തമായ തീരുമാനമുണ്ടാവും. കൃത്യം 2:30 തന്നെ നാളെ എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 100% അതിലേക്ക് തന്നെ ആയിരിക്കും പോവുക. കാരണം എല്ലാ സ്ഥാപന ഉടമകളും അതിന് താല്പര്യപ്പെട്ടാണ് നിൽക്കുന്നത്. കാരണം വിൽക്കുവാനുള്ള വിഭവങ്ങളില്ലാതെ ഒരു സ്ഥാപനം തുറന്നിരുന്നിട്ട് കാര്യമില്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അടയ്ക്കൽ തന്നെ ആയിരിക്കും ഞങ്ങളുടെ മുന്നിലുള്ള ഏക മാർഗ്ഗം എന്നുള്ളതാണ് 90%. പിന്നെ നമ്മൾ പൂർണ്ണമായിട്ടും അത് ഡിക്ലെയർ ചെയ്യുക. ഇപ്പോൾ 2 മണിക്ക് കൂടുതൽ ജില്ലാ കമ്മിറ്റി കായംകുളം മുതൽ അരൂർ വരെയുള്ള നമ്മുടെ ജില്ലയിലെ എല്ലാ നേതൃത്വങ്ങളും ഇപ്പോൾ അടിയന്തരമായി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തും. ആ തീരുമാനത്തിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിക്കുക. ഈ ഫ്രോസൺ ചിക്കൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? ഫ്രോസൺ ചിക്കൻ വിൽക്കാൻ തൽക്കാലം അനുവദിക്കാൻ കഴിയുകയില്ലെന്നാണ് കളക്ടർ പറഞ്ഞത്. ഞങ്ങൾ അത് മാത്രമാണ് നമ്മളിപ്പോഴും ആവശ്യപ്പെടുന്നത്. നമുക്ക് ട്രേഡ് മാർക്കായിട്ട് ലഭിക്കുന്ന സൂണ അല്ലെങ്കിൽ അബാദിൻ്റെ പോലെയുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ സ്ഥാപനങ്ങൾ ബില്ല് പ്രദർശിപ്പിച്ച് വിൽക്കുവാനുള്ള അനുമതി സംഘടന ഉത്തരവാദിത്തത്തിലൂടെ ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തോട്. സംഘടന അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് പോലും അദ്ദേഹം അത് തൽക്കാലം അനുവദിക്കാൻ കഴിയുകയില്ല. എന്തായാലും ആദ്യത്തെ നിരോധനം കഴിയട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ മറുപടി. നിങ്ങൾ ഇവിടെ നല്ലല്ലോ ചിക്കൻ വാങ്ങുന്നത്, പിന്നെന്താണ് ഈ പ്രശ്നം വരുന്നത്? അത് അദ്ദേഹം പറയുന്നത് അത് നിയമം വരുമ്പോൾ അങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് ബഹുമാനപ്പെട്ട കളക്ടർ പറഞ്ഞത്. നമ്മൾ നാടൻ താറാവോ നാടൻ കോഴിയോ നല്ല നാടൻ കോഴിമുട്ടകളോ ഒന്നും ഒരു സ്ഥാപനങ്ങളും വിൽക്കാറില്ല. കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ ഈ സീസൺ സമയത്ത് ദുരന്തം അനുഭവിക്കുന്ന ഒരു കൂട്ടരാണ് ഹോട്ടലുടമകൾ. കഴിഞ്ഞ വർഷം ഇതേ സീസണിൽ ഏകദേശം 2 മാസക്കാലത്തോളം ഞങ്ങൾക്ക് ഈ നിരോധനം മൂലം ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലായി. ഏകദേശം 10-20ഓളം സ്ഥാപനങ്ങൾ ലിസ്റ്റ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് കൊടുത്തതാണ്. സാർ ഈ ചിക്കൻ മാത്രം വിൽക്കുന്ന അല്ലെങ്കിൽ ചിക്കൻ വിഭവങ്ങൾ മാത്രം വിൽക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചു പോയതിൻ്റെ ലിസ്റ്റ് വരെ ബഹുമാനപ്പെട്ട കളക്ടർക്ക് ഞങ്ങൾ കൊടുത്തതാണ്.